ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ലെന്നും കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഓഡിറ്റിംഗിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി STRF ഫണ്ടിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരെ സാവകാശം നൽകി കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. സർക്കാരിനോട് കൃത്യമായ കണക്കുകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. മുൻ ADM നവീൻ ബാബു ജീവനൊടുക്കിയത് തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൂങ്ങിമരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു എന്നും മൂക്ക്, വായ, ചെവി എന്നിവയ്ക്ക് പരിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ലെന്ന് മമതാ ബാനർജി. അവസരം നൽകുകയാണെങ്കിൽ താൻ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധയാണെന്നും മമത അറിയിച്ചു. ബംഗാളിന് പുറത്തേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനം അവിടെ നിന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കുമെന്നും മമത കൂട്ടിച്ചേർത്തു. കർഷക പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ഭാഗീരഥ് ചൗധരിയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചത്. അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരു ദിവസത്തെ സമയം നൽകി കർഷക സംഘടനകൾ. കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ നീക്കം. BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കാൻ സാധ്യത. പാർട്ടി സ്ഥാനത്തിനു പുറമെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിക്കും. തൃശൂർ മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിന് സന്ദീപിനെ കോൺഗ്രസ് ഇറക്കുമെന്നാണ് സൂചനകൾ. അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കാനും ഉടൻ രാജ്യം വിടാനും ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷമാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം നടക്കുന്നത്. തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമതർ സിറിയയിലെ പ്രധാന നഗരങ്ങൾ പിടിച്ചടക്കിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ വിമർശനങ്ങൾ തുടർന്ന് ഹൈക്കോടതി. ഹരിവരാസന സമയത്ത് മറ്റുള്ളവർക്ക് ദർശനം വേണ്ടേ എന്ന് ചോദ്യം ചെയ്ത കോടതി ദിലീപ് നിന്നതുകൊണ്ട് ആർക്കും മുന്നോട്ടു പോകാനായില്ലെന്നും മുന്നിൽ നിൽക്കുന്ന ആൾ VIP ആണെങ്കിൽ പിന്നിൽ നിൽക്കുന്നവർക്ക് ദർശനം സാധിക്കില്ല എന്നും ചൂണ്ടിക്കാട്ടി. ദർശനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നു തന്നെ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മലയാള സീരിയലുകൾ എൻഡോസൾഫാനേക്കാൾ വിഷലിപ്തമെന്ന് തന്റെ പരാമർശത്തിൽ ആത്മകി തുറന്ന കത്തെഴുതി പ്രേംകുമാർ. താൻ ഒരു സീരിയൽ വിരുദ്ധനല്ല, സീരിയലുകൾ നിരോധിക്കണമെന്നല്ല താൻ പറഞ്ഞത്. ചില സീരിയലുകളുടെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള വിമർശനമാണ് താൻ ഉയർത്തിയത്. പ്രമേയത്തിലും ഉള്ളടക്കത്തിലും ഉചിതമായ മാറ്റങ്ങൾ വേണമെന്ന തന്റെ അഭിപ്രായത്തെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ 10ാം മത്സരവും സമനിലയിൽ. 36 നീക്കങ്ങൾക്കൊടുവിലാണ് നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറനും ഇന്ത്യയുടെ D ഗുഗേഷും സമനില സമ്മതിച്ചത്. ഇതോടെ രണ്ടുപേർക്കും 5 പോയിന്റ് വീതമായി. ടൂർണമെന്റിലെ തുടർച്ചയായ 7ാം സമനിലയാണ് ഇന്നത്തേത്. 11ാം മത്സരം നാളെ നടക്കും. 14 റൗണ്ടുകളുള്ള ചാമ്പ്യൻഷിപ്പിൽ ആദ്യം 7.5 പോയിന്റ് നേടുന്നയാൾ ജേതാവാകും. ഓസ്ട്രേലിയക്കെതിരായ അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യ തോൽവിയിലേക്ക്. 157 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ ഇന്ത്യ 2ാം ഇന്നിംഗ്സിലും ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ്. 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എന്ന നിലയിലാണ്. ഓസീസിന്റെ ലീഡ് മറികടക്കാൻ ഇനിയും 29 റൺസ് വേണം. നേരത്തെ ഓസീസ് 1ാം ഇന്നിംഗ്സിൽ 337 റൺസിന് പുറത്തായി. 140 റൺസ് എടുത്ത ട്രാവിസ് ഹെഡ് ആണ് ടോപ്പ് സ്കോറർ. ഇന്ത്യക്കായി ബുംറ, സിറാജ് എന്നിവർ 4 വിക്കറ്റ് വീതം വീഴ്ത്തി.